ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതേ ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ വെള്ളിയാഴ്ച പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി റെഡിയായി നിൽക്കേണ്ട. അപ്പോൾ ഇവിടുത്തെ പള്ളിയിലും പെണ്ണുങ്ങൾക്കൊക്കെ പോകാം. അപ്പോൾ ഞാനിതുവരെയും പോയിട്ടില്ല. നിസാറും പിന്നെ റാസൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്നോ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതേ ഞാൻ ചുരിദാറൊക്കെ ഇട്ടേക്കണം. അപ്പോൾ നിസ്കാരക്കുപ്പായവും കാര്യങ്ങളൊക്കെ ഞാൻ കയ്യിൽ പിടിച്ചേക്കാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇടാമല്ലോ അങ്ങനെ. അപ്പോൾ ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, നോക്കട്ടെ. അപ്പം നമുക്ക് വേഗം തന്നെ പോകാം. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പെരുന്നാളിന് പോയിട്ടുണ്ടായിരുന്നേ, അത് വേറൊരു പള്ളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പോണ പള്ളിയിൽ നമ്മൾ ആദ്യമായിട്ടാണ് പോണത്. അതായത് ഞാൻ നിസാറും റാസൊക്കെ ഇടയ്ക്കൊക്കെ പോവാറുണ്ട് കേട്ടോ. അപ്പോൾ അൽ ഫലാഹ് സെൻറ്റർ എന്നാണ് പള്ളിയുടെ പേര്. അപ്പോൾ അവിടെ വന്നിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ പോകുന്ന വഴികളൊന്നും കൂടുതലായിട്ടൊന്നും കാണിക്കണില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മൾ അവിടെ നിന്ന് ഏകദേശം കുറച്ച് ഒരു അരമണിക്കൂറിലും മീതെ ഉണ്ട് കേട്ടോ ഈ പള്ളിയിലേക്ക് യാത്ര. അപ്പോൾ അതേ നമ്മളങ്ങനെ പള്ളിയുടെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതേ ഈ ലെഫ്റ്റ് സൈഡിൽ കാണാണ്ടോ, അത് അവിടെയാണ്ടോ ഈ പള്ളി ഉള്ളത്. അപ്പോൾ അതേ നമ്മളങ്ങനെ പള്ളിയുടെ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് കയറണേണ്. അപ്പോൾ അതേ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പള്ളി. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്, നല്ല വെള്ള പെയിൻ്റൊക്കെ അടിച്ച്. അത് പിന്നെ അല്ലെങ്കിലും എല്ലാ ഈ ആരാധനാലയങ്ങളൊക്കെ കാണാനൊരു പ്രത്യേക ലുക്ക് തന്നെയാണല്ലേ. ഈ അമ്പലങ്ങളായാലും പള്ളികളായാലും കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് കേട്ടോ. നമ്മൾ എത്ര ഇങ്ങനെ വീഡിയോ ഇങ്ങനെ എടുക്കുമ്പോൾ അങ്ങനെ നോക്കി നിന്ന് പോകും. അപ്പോൾ അതേ നമ്മളങ്ങനെ ഇനിയിപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ളൊരു തന്ത്രപ്പാടിലാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. വണ്ടികളൊക്കെ കണ്ടില്ലേ, ഒരുപാടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് മുഴുവനായിട്ട് കാണണേ. എന്നിട്ട് വീഡിയോക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതേ നമ്മളങ്ങനെ ഏറ്റവും ലാസ്റ്റായിട്ടാണ് കേട്ടോ അതേ വണ്ടി അങ്ങനെ പാർക്ക് ചെയ്തേക്കണത്. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ഇന്ന്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഇറങ്ങി. അപ്പോൾ അതേ ഇതാ കാണുന്നതാണ് കേട്ടോ പള്ളി. അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേണ്. സമയമൊന്നും ആയിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ ആവാറായണുള്ളൂ. അപ്പോൾ നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടത് കാരണം കുഴപ്പമുണ്ടായില്ല. അപ്പോൾ അതേ നമ്മളങ്ങനെ വേഗം തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തായിരുന്നു കേട്ടോ ഞാനും പാത്തും. അപ്പോൾ അതേ നമ്മളങ്ങനെ പള്ളിയുടെ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് പോണ ആ ഒരു വീഡിയോ നമ്മൾ എടുത്തത് ജസ്റ്റ് ഒന്ന് ക്ലിയർ അല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. ഞാൻ എന്താണാവോ അത് പെട്ടെന്ന് അങ്ങനെ സ്പീഡിൽ അങ്ങനെ ഇട്ടപ്പോഴേ മൂഡ് മാറിപ്പോയി തോന്നണം. എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അങ്ങനെ അതേ നമ്മളങ്ങനെ അകത്ത് കയറി നിസ്കാരമൊക്കെ കഴിഞ്ഞു. നിസ്കാരത്തിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ചിലവരൊക്കെ അവിടെ ഇങ്ങനെ സുന്നത്തൊക്കെ നിസ്കരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഈ ബാക്കിലായിട്ടാണ് ഇങ്ങനെ കണ്ട ചെയറുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇരുന്ന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിലേക്ക് ഒരുപാട് സ്പേസ് ഒക്കെ ഉണ്ട്. അതുപോലെ ചെയറുകളും ഉണ്ട് കേട്ടോ ഇരുന്ന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നേ. അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിലും ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാൻ ഇത്രയും പേരൊന്നും ഉണ്ടാവുമെന്ന് അത്ര അങ്ങോട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുട്ടികളും ഉണ്ടായിരുന്നു. കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നേരെ കാണാണ്ട അവിടെ ഉണ്ടോ ആണുങ്ങൾ നിസ്കരിക്കണം. അപ്പോൾ നമുക്ക് കാണാം കേട്ടോ നിസ്കരിക്കണം. പിന്നെ അതുപോലെ തന്നെ സ്ക്രീനിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ നമുക്ക് കാണാം. അവിടെ കണ്ടോ ഇങ്ങനെ ടി വിയോ അല്ല ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ ക്യാമറയൊക്കെ വെച്ചേക്കണ കാരണം നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് വന്ന കാരണം എനിക്ക് ആകെ ഒരു ഇതായിരുന്നു എങ്ങനെയായിരിക്കും എന്നൊക്കെ. അപ്പോൾ അതേ നമുക്ക് അങ്ങനെ അമേരിക്കയിൽ വന്ന് അങ്ങനെ ഇവിടെ ജുമുഅ കൂടാനായിട്ട് സാധിച്ച് പള്ളിയിൽ വന്നിട്ട്. അപ്പോൾ അതേ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു വാതിൽ കണ്ട്. അപ്പോൾ അങ്ങോട്ട് കിടക്കുമ്പോഴാണ് ഈ ഒളു കൊടുക്കാനും അതുപോലെ തന്നെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനും പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ. ഇത് കണ്ടില്ലേ. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോയി വീഡിയോ എടുത്തില്ല കേട്ടോ. ഇങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും ഞാൻ കൂടുതൽ കടന്നിട്ടില്ല. അപ്പോൾ അതേ ഇങ്ങനെ ആണുങ്ങളൊക്കെ നിസ്കരിച്ച് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രധാന ഫ്രണ്ട് ഭാഗത്ത് കൂടി ഇങ്ങനെ നമുക്ക് ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ഒക്കെ പോവാം കേട്ടോ. ദേ ഇത് കണ്ടില്ലേ, ഇത് ഒറ്റ ഇങ്ങനെ ഡോറാണ്. അതുപോലെ തന്നെ അപ്പുറത്ത് വേറെയും ഡോറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിലാണ് കൂടുതൽ ആളുകളും അങ്ങനെ സ്ത്രീകളും പുരുഷന്മാരൊക്കെ നമുക്കിങ്ങനെ പോണത് ഇങ്ങനെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കതുപോലെ തന്നെ ഇങ്ങനെ ചപ്പലൊക്കെ അവിടെ ഇടാനായിട്ട് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ നടുക്കായിട്ട് നേർച്ചക്കുറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നിസ്കാരത്തിൻ്റെ സമയമൊക്കെ എഴുതി ഇങ്ങനെ ടി വി സ്ക്രീനിൽ അവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതേ പ്രായമായവരും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്.
പിന്നെ അതുപോലെ നമുക്കിവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടിലാണെങ്കിലും. അതേപോലെ ബാക്ക് സൈഡിൽ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇതാണ് നേർച്ചക്കുറ്റി. ആളുകളൊക്കെ വന്ന് അവിടെ പൈസയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതേ നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഇങ്ങനെ വാതൊക്കെ ഇങ്ങനെ ഫുഡ് വിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇത് വാങ്ങിക്കാം. അത്യാവശ്യം റേറ്റൊക്കെ കുറവായിരുന്നു കേട്ടോ ഇതിന്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴും അവിടെ ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഇത് ബീഫ് ടാക്കോസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളും 2 ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ വാങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. 3-4 എണ്ണമൊക്കെ വെച്ചിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഫുഡ് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ നിസാർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഇവിടെ വേറൊരു ഫുഡ് ഉണ്ടായിരുന്നു, അന്ന് വേറെ എന്തോ ഐറ്റം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ ആഴ്ചയിൽ വരുമ്പോൾ ഇങ്ങനെ ഓരോരോ വെറൈറ്റികൾ ഇങ്ങനെ കാണും. പിന്നെ ഇട ദിവസങ്ങളിൽ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മളങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ ഇറങ്ങി, പലരും ഇങ്ങനെ പരിചയമുള്ളവരാണെന്ന് തോന്നുന്നുണ്ട്, ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കണത് കാണുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇടയ്ക്ക് മലയാളികളെ 1-2 പേരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പല ഭാഷക്കാരൊക്കെയാണല്ലോ, പല രാജ്യങ്ങളിലുള്ളവരുമൊക്കെയാണ്. അപ്പോൾ അതേ നല്ല ഭംഗിയുണ്ടല്ലേ, ക്യൂട്ടായിട്ടിരിക്കുന്ന പള്ളി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പോകണം. നമ്മുടെ ഇവിടുന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം ഞാൻ പെരുന്നാളിന് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളി ഉണ്ട് കേട്ടോ. അത് ശരിക്കും ഒരു ജൂതപ്പള്ളിയാണ്. അപ്പോൾ അവിടെ നമ്മൾ അന്ന് നിസ്കരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവിടെ നമുക്ക് ജൂതപ്പള്ളി ആയതുകൊണ്ട് അവിടെ വേറെ പള്ളി പണിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അവിടെ അടുത്ത് പള്ളി ഉള്ളതുകൊണ്ട് അവിടെയാണ് നമ്മളിനിയിപ്പോൾ പോകുന്നത്. ഇവിടെ ഇപ്പോൾ ഇത് ഇത്തിരി ദൂരം കൂടുതലാണ്, എങ്കിലും നമ്മളിവിടെ ഒന്ന് വന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു ഇതായിരുന്നു, നല്ലൊരു പ്രത്യേക ഒരു വൈബല്ലേ ഇവിടെ വരുമ്പോൾ, നല്ല രസമുണ്ടായിരുന്നു എന്തായാലും. അപ്പോൾ അതേ അങ്ങനെ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മറ്റേ ഈദിന് പോയപ്പോൾ ആ പള്ളിയിൽ പോയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അത് വേറൊരു പള്ളിയായിരുന്നു കേട്ടോ, അതൊരു ജൂതപ്പള്ളിയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ പുതിയ പള്ളിയൊക്കെ പണിയുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ പോകാം, അതിൻ്റെ വീഡിയോസൊക്കെ പറ്റും പോലെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നമുക്കപ്പോൾ ഇവിടുത്തെ ഇങ്ങനെ റോഡുകളിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുമാതിരത്തെ കുറേ കാറുകളും കുറേ ബൈക്കുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അതേ നമ്മളങ്ങനെ അപ്പാർട്ട്മെൻറ്റിലെത്തി. വരുന്ന വഴി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതേ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഞാൻ പോണതിന് മുമ്പ് ലഞ്ചൊക്കെ റെഡിയാക്കിയിട്ടാണ് പോയത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ്. പിന്നെ നമുക്കിനി ഫുഡ് കഴിക്കാം. അപ്പോൾ ഇതേ ഞാൻ പോണതിന് മുമ്പ് ഇവിടെ ബിരിയാണിയൊക്കെ റെഡിയാക്കിയിട്ടാണ് പോയത്. അല്ലെങ്കിൽ തിരിച്ചു വന്നു കഴിയുമ്പോൾ പിന്നെ ആകെ നേരം വഴുകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ എല്ലാം റെഡിയാക്കി ഇങ്ങനെ ദമ്മൊക്കെ ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം വെച്ചാൽ ആകെ ഒരു ധൃതി പിടിച്ചാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴാണ് ഞാൻ പിന്നെ വീഡിയോ ഇങ്ങനെ ജസ്റ്റ് മിക്സ് ചെയ്യണത് ഒന്ന് കാണിച്ചത് കേട്ടോ. അപ്പോൾ അതേ നമ്മളങ്ങനെ എല്ലാം മിക്സ് ചെയ്തു. ഇനിയിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, കൂടെ സാലഡും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അതേ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്, പള്ളിയിൽ പോയ വിശേഷം. അപ്പോൾ ഈ ഫുഡ് കഴിക്കണതൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയ അമേരിക്കൻ വിശേഷവുമായിട്ട് പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.